ഖുർആനിൽ എവിടെയാണ് തലയിൽ തട്ടണം എന്ന് പറഞ്ഞത്? ഇല്ല. ഞാൻ വ്യക്തമായിട്ട് പറയാം, ഇതേപോലെയുള്ള കുറെ കാര്യങ്ങളുള്ളത്. അള്ളാഹുവിന്റെ റസൂലിലേക്ക് മടക്കണമെന്ന് ഖുർആൻ അള്ളാഹ് കൽപ്പിച്ചിരിക്കെ നീ ഹദീസ് സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ ഖുർആൻ വിശ്വസിച്ചു നീ പറയുന്നത്? ഖുർആൻ പിൻപറ്റണം എന്ന് പറയുന്ന എല്ലാ തെളിവുകളും ഒരേ സമയം തന്നെ ഹദീസ് പിൻപറ്റണം എന്നതിനു കൂടിയുള്ള തെളിവാണ്. ഖുർആൻ പിൻപറ്റണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമാണ് ഹദീസ് പിൻപറ്റുക. ഖുർആനിൽ അംറു ബിത്തിബാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഖുർആനിൽ എന്ത് വന്നിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം എന്ന് വന്നിട്ടുണ്ട്. ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുടി ചേർത്ത് വെക്കുന്നവളെ, വിഗ് വെക്കുക, അങ്ങനെ ചെയ്യുന്നവളെ നിങ്ങൾ ശപിച്ചതായിട്ട് ഞാൻ കേട്ടു. ഞാൻ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ദഫ്തർ മുതൽ ആദ്യത്തെ ദഫ്തർ മുതൽ അവസാന ദഫ്തർ വരെ ഓതി തീർത്തു. തുടക്കം മുതൽ അവസാനം വരെ ഓടി തീർത്തു. ഖുർആനിൽ എവിടെയും ഞാനത് കണ്ടിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മുടി ചേർത്ത് വെച്ചവളെ ശപിച്ചതായി ഖുർആനിൽ എവിടെയും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇബ്നു മസ്ഊദ് അദ്ദേഹം പറഞ്ഞു, ഖുർആൻ ശരിക്കും ഓതിയിരുന്നെങ്കിൽ എനിക്കത് കാണാമായിരുന്നു, ഖുർആൻ തന്നെ ഉണ്ട്. അവർ പറഞ്ഞു, ഖുർആനിലെവിടെ? ഖുർആനിലില്ല. ഇല്ല, ഖുർആൻ മുഴുവൻ ഞാൻ ഓതി നോക്കി. അപ്പം അദ്ദേഹം ഈ ആയത്ത് ഓതി. അദ്ദേഹം വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് നിങ്ങൾ സ്വീകരിക്കുക. റസൂൽ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅനല്ലാഹുൽ വാസിലാത്ത് വൽ മുസ്തവസിലാത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വീകരിക്കണമെന്നത് ഖുർആനിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ഖുർആൻ സ്വീകരിക്കണമെന്ന എല്ലാ ആയത്തുകളും ഹദീസ് സ്വീകരിക്കണമെന്നതിന് കൂടിയുള്ള തെളിവാണ്. അപ്പോൾ ഒരാൾ ഖുർആൻ സ്വീകരിച്ചു എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് ഒഴിവാക്കുകയും ചെയ്താൽ അവന് എന്ത് ഖുർആനിൽ വിശ്വാസമാണുള്ളത്? അവന് വിശ്വാസമില്ല. വൈനൽ ഈമാൻ ബിൽ ഖുർആൻ ലിമൻ ലം യറുദ്ദ അൻ-നിസാഅ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് അമറ അല്ലാഹു ബിഹി ഫിൽ ഖുർആൻ. അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് മടക്കണമെന്ന് ഖുർആൻ അല്ലാഹ് കൽപ്പിച്ചിരിക്കെ നീ ഹദീസ് സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ ഖുർആൻ വിശ്വസിച്ചു എന്നാണ് നീ പറയുന്നത്? പറ്റില്ല.